ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് രുചികരമായ ഒരു കടലക്കറി ഉണ്ടാക്കാം. അതിനായി ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് ചൂടായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള അരിഞ്ഞത് വെച്ച് ചേർത്ത് കൊടുക്കുക. സവാള ഇളക്കി യോജിപ്പിക്കുക. സവാളയൊന്ന് ചെറുതായി വഴണ്ടി വരുമ്പോൾ ചെറിയ കഷ്ണം ഇഞ്ചിയും 8-10 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കുക. അതിലേക്ക് കീറി വെച്ച 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് ഉപ്പ് ചേർത്ത് ഇളക്കുക. പിന്നെ ചെറിയൊരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി സവാളയും വഴറ്റി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാളയും തക്കാളിയും നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കുക. എരിവിനാവശ്യമുള്ള 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. രണ്ടര സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല തലേദിവസം വെള്ളത്തിലിട്ട് ഒരു 8 വിസിലോളം അടിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുക. കടല നന്നായി യോജിപ്പിക്കുക. കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ട് തണുത്ത് ഇതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ തണുത്ത കടലയിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് അരച്ചെടുക്കുക. അരപ്പ് നമുക്ക് ഈ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തിളപ്പിച്ചെടുക്കുക. നന്നായി ഇളക്കി കൊടുത്ത് നന്നായി തിളപ്പിച്ചതിന് ശേഷം ആവശ്യാനുസരണം നമുക്ക് കറിയുടെ ചാറ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എനിക്ക് അധികം ചാറ് വേണ്ടാത്തത് കൊണ്ട് ഞാൻ തിക്ക് പരുവത്തിലാണ് എടുത്തേക്കണേ. നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. കറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും